സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടനിൽ നമ്മൾ 7th യൂണിറ്റിലേക്ക് പോവാണ്. പേര് വിക്ടോറിയൻ ഇംഗ്ലണ്ട്. അപ്പോൾ വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ക്യൂൻ വിക്ടോറിയ, എലിസബത്തൻ പീരീഡ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് എലിസബത്ത് രാജ്ഞിയെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ ക്യൂൻ വിക്ടോറിയ ആണ് രാജ്ഞിയായിട്ട് വരുന്നത്. അവരുടെ ഒരു കാലഘട്ടത്തെയാണ് വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിനെ അറിയപ്പെട്ടിരുന്നത് വിക്ടോറിയൻ ഇംഗ്ലണ്ട് എന്നാണ്. ഓക്കെ, ക്യൂൻ വിക്ടോറിയയുടെ ഭരണം എന്ന് പറയുന്നത് 1837 തൊട്ട് 1901 വരെയാണ്. 1837 തൊട്ട് 1901 വരെയാണ് ദ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ വിക്ടോറിയൻ ഏജ് എന്ന് പറയുന്നത് ഈ ഒരു പീരീഡ് ആണ്. സോ ഇറ്റ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് പീരീഡ് മാർക്ഡ് ബൈ ദി പ്രോസസ് ഓഫ് പ്രോഗ്രസ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഒരു സമഗ്ര വികസനം ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു. എന്താണ്, ഇറ്റ് കാറ്റഗറൈസ്ഡ് റെസല്യൂട്ട് ചേഞ്ച് ഇൻ എക്കണോമിക് സർക്കംസ്റ്റാൻസസ്, സോഷ്യൽ കസ്റ്റം ആൻഡ് ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ. അത് സാമ്പത്തികമായിക്കോട്ടെ, സാമൂഹികപരമായിക്കോട്ടെ, അതുപോലെ ഇന്റലക്ച്വൽ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, എല്ലാത്തിലും ഒരു സമാധാനം, ഒരു മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നാണ് ഈ ഒരു പീരീഡിന്റെ പ്രത്യേകത. So the material prosperity of the nation increased with the introduction of free trade. അപ്പോൾ ഫ്രീ ട്രേഡ് എന്താണ്, വ്യാപാരം, ഒരു പൈസയും മുടക്കാണ്ട് വ്യാപാരം നടത്തുന്നത് തുടങ്ങുന്നതിലൂടെയാണ് ഇങ്ങനെ ഒരു മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദ ഇൻഡസ്ട്രിയലൈസേഷൻ പ്രോഗ്രസ്ഡ് സ്റ്റഡിലി ആൻഡ് ഇംപ്രൂവ്ഡ് ദ വെൽത്ത് ഓഫ് ബ്രിട്ടൻ, ഹൂസ് നേവൽ സുപ്രീമസി ഗേവ് ഹർ മൊണോപ്പൊളി ഓഫ് ഫോറിൻ മാർക്കറ്റ്സ്. അപ്പൊ നമുക്കറിയാം, ഇംഗ്ലണ്ട് സ്പെയിനെ തോൽപ്പിച്ചതോടുകൂടി, സ്പാനിഷ് ആർമഡയെ തോൽപ്പിച്ചതോടുകൂടി ബ്രിട്ടന്റെ ഒരു നേവൽ പവർ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും വലുതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റും ആ രാജ്യത്തുണ്ടായി. നമ്മള് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ വ്യാവസായിക വിപ്ലവം അവിടെ ഉണ്ടായി. അപ്പൊ ഇതൊക്കെ കാരണം തന്നെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ ഇംഗ്ലണ്ടില് ഈ വിക്ടോറിയൻ ഏജിൽ സാധിച്ചിട്ടുണ്ട്. So neither war not a threat of foreign invasion. All these factors help to material progress made towards self-government in the colonies. അപ്പം ഇംഗ്ലണ്ടിലെ നേവീസ് എന്ത് ചെയ്തിരുന്നു, മറ്റു രാജ്യങ്ങളിൽ പോയി കോളനീസ് ഉണ്ടാക്കിയിരുന്നു, അവിടെ ട്രേഡ് നടത്തിയിരുന്നു. അപ്പൊ മറ്റു രാജ്യങ്ങൾക്കൊന്നും വെല്ലുവിളിക്കാനാവാത്ത രീതിയിൽ ഒരു വാറൊന്നും നടക്കാത്ത ഒരു ഏജ് ആണ് വിക്ടോറിയൻ ഏജ്. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഈ ഇംഗ്ലണ്ടിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായി എന്നാണ് പറയുന്നത്. Thus in 1847, accepting the report of Lord Durham, complete self-government was given to Canada. ആ ഒരു സമയത്ത് തന്നെ ഒരു കാനഡയ്ക്ക് സെൽഫ് ഗവൺമെന്റ് കംപ്ലീറ്റ് ആയിട്ട് നൽകാനും സാധിച്ചിട്ടുണ്ട്. അറ്റ് ദ ഹോം ബൈ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് 1888, മെമ്പേഴ്സ് ഓഫ് ദ കൺട്രി കൗൺസിൽസ് വെയർ എലക്റ്റഡ്. അപ്പൊ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആക്ട് 1888 പ്രകാരമാണ് ആ കൺട്രിയിലെ കൗൺസിൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പാരിഷ് കൗൺസിൽ ആക്ട് 1894, ഇതൊക്കെ സെൽഫ് ഗവൺമെന്റ് റൂറൽ ഏരിയസിലേക്കും മാറാനും സാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. So England became a free trade country by removing practically all export and import duties. അപ്പോൾ ഫ്രീ ട്രേഡ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സാധനം അയക്കുമ്പോഴോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴോ ഒരു നികുതിയും കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് ഈ ഫ്രീ ട്രേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ അങ്ങോട്ട് പോകാനും കൊണ്ടുവരാനും ആ ഒരു ബാരിയർ തടയാനും ഇംഗ്ലണ്ടിന് സാധിച്ചു. ജോർജ് ഫോർത്ത്, അതുപോലെ തന്നെ വില്യം ഫോർത്ത് പോലെയുള്ള രാജാക്കന്മാര് എന്ത് ചെയ്തിരുന്നു, അവരുടെ ഒരു ഭരണം മോശമായിരുന്നെങ്കിലും ക്യൂൻ വിക്ടോറിയയാണ് ആ ഇത് പിടിച്ചു പൊക്കിയത്. ഓക്കെ, ആ ഒരു മോശം ഭരണം ജോർജ് ഫോർത്തും അതുപോലെ വില്യം ഫോർത്തും നടത്തിയിരുന്ന മോശം ഭരണത്തെ, പോപ്പുലാരിറ്റി നശിച്ച ആ ഒരു രാജ്യത്തെ ഗ്ലോറിയിൽ എത്തിക്കുന്നത് ക്യൂൻ വിക്ടോറിയയാണ്. So she was exclusively an English sovereign and set high standard for English society. She definitely disheartened Truffle at the court. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി തന്നെയായിരുന്നു ക്യൂൻ വിക്ടോറിയ എന്ന് പറയുന്നത്. ഷി ഹാഡ് ഹൈ സെൻസ് ഓഫ് ഡ്യൂട്ടി ആൻഡ് ഡിഡ് നോട്ട് വേവർ ദ റിപ്രൈമാൻഡ് ഹിയർ മിനിസ്റ്റേഴ്സ് വെൻ ദേ ഫെയിൽഡ് ഇൻ ഇറ്റ്. തന്റെ കൂടെയുള്ളവര് മോശം ഭരണം നടത്തിയാലും ഇല്ലെങ്കിൽ സഹായിക്കാതെ അവര് വളരെ ലേസി ആയി പോയി കഴിഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യണമെന്നാണ് അവരെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ഒരു ഹൈ സെൻസ് ഓഫ് ഡ്യൂട്ടി, അത്ര അർപ്പണബോധത്തോടു കൂടിയായിരുന്നു ക്യൂൻ വിക്ടോറിയ പ്രവർത്തിച്ചിരുന്നത്. സോ ഷി ഹാഡ് ഹൈ ഐഡിയൽസ് ആൻഡ് ഷോഡ് ദ മൊണാർച്ച് കുഡ് ബി
ഡിഗ്നിഫൈഡ് ബൈ കീപ്പിംഗ് ഹെർസെൽഫ് എബവ് ദ പാർട്ടി പൊളിറ്റിക്സ്. അപ്പോൾ മറ്റുള്ളവരെ അപേക്ഷിച്ച് എന്താണ് ഒരു കുറച്ചും കൂടി ഡിഗ്നിഫൈഡ് ആയിട്ടാണ് ക്യൂൻ വിക്ടോറിയയെ എല്ലാവരും കണ്ടിരുന്നത്. അതുപോലെ തന്നെ അവരും എന്താണ് അങ്ങനെയാണ് ജീവിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചിരുന്നതും. കാരണം ഒരു എന്താണ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എല്ലാവർക്കും ഉണ്ടാവണമെന്ന് അവരും ആഗ്രഹിച്ചിരുന്നു. സോ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ സ്റ്റാർട്ടഡ് ഇൻ ബ്രിട്ടൻ. എന്താണ് വ്യാവസായിക വിപ്ലവം ഉണ്ടാവുന്നത് ഇംഗ്ലണ്ടിലാണ്. ഓക്കെ, ആൻഡ് ദെൻ ഷി വാസ് ഇൻ എ പൊസിഷൻ ടു ക്യാപ്ചർ ദ മാർക്കറ്റ്സ് ഓഫ് ദ വേൾഡ്. അപ്പൊ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വേഗത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ ഇംഗ്ലണ്ടിന് സാധിക്കും. അതുവഴി ലോക മാർക്കറ്റിൽ ഒരു ഇടം കണ്ടെത്തുക എന്നായിരുന്നു ക്യൂൻ വിക്ടോറിയയുടെ ലക്ഷ്യം. In 19th century, industry was a child of capitalism, and the new capitalists were men of great ability who planned more and more factories and their profits. അപ്പൊ ഇൻഡസ്ട്രീസ് വരുന്നതോടുകൂടി, ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾ വരുന്നതോടുകൂടി എന്തുണ്ടാവും? മുതലാളിത്തം ഉണ്ടാവും. മുതലാളി തൊഴിലാളി എന്നുള്ള ആശയം ഉണ്ടാവും. അതുപോലെ അപ്പോൾ കുറച്ച് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പുതിയ ഫാക്ടറി തുടങ്ങി വീണ്ടും വരുമാനം കൂട്ടുക, പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. സോ ദ റിച്ച്ഡ് കണ്ടീഷൻസ് ഓഫ് ദ ഫാക്ടറി ലേബേഴ്സ് ലേറ്റർ ബോട്ട് ഇൻ ദ ഫാക്ടറി ലെജിസ്ലേഷൻ. ദ ന്യൂ ടൗൺസ് ദാറ്റ് ഗ്രൂ അപ്പ് നീഡഡ് ഗ്രേറ്റ് അറ്റൻഷൻ ആൻഡ് ദ ഓൺലി നാഷണൽ എഫേർട്ട് കുഡ് ട്രാൻസ്ഫോം ദ മെയിൻ സ്ട്രീറ്റ്സ് ഇൻ ടു ഹാബിറ്റബിൾ വൺസ്. അപ്പൊ ഇങ്ങനെ ഇൻഡസ്ട്രീസ് തുടങ്ങുമ്പോൾ അവിടെ എന്താവും? ചെറിയൊരു ഗ്രാമം തന്നെ സെറ്റാവും അല്ലെ? അവിടുത്തെ പണിക്കാര് ജീവിക്കുന്ന വീടുകൾ വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ടൗണുകളും അവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ വെറും ഒരു സ്ട്രീറ്റ് ആയിരുന്ന സ്ഥലങ്ങളൊക്കെ നല്ല താമസയോഗ്യമായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് മാറി. സോ ദ റൈസിംഗ് ക്ലാസ്, ദ മാസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രി വാസ് ഡെസ്റ്റിൻഡ് to challenge the supremacy of the landowners of Parliamentary Reform Act 1832, destroyed the monopoly of power which landing owning class and had enjoyed the fall of these two words. The later reforms extended franchise to artisans and labourers. Hence, the Queen Victoria died in 1901. The England became a political democracy. അപ്പോൾ ക്യൂൻ വിക്ടോറിയക്ക് മുമ്പ് എന്താണ് ഒരുപാട് പാർലമെന്ററി റിഫോംസ് ആക്ടും ഒക്കെ വന്നിരുന്നു അല്ലെ? ഒരുപാട് റിഫോർമേഷൻസ് ഒക്കെ വന്നപ്പോഴും ഈ ലാൻഡ് ഓണേഴ്സിനാണ് കൂടുതൽ അധികാരം ഉണ്ടായിരുന്നത്. അതൊക്കെ മാറ്റി എന്താണ് ആ ഒരു മൊണോപ്പൊളി, ആ ഒരു എന്താണ് ഏകാധിപതി പോലെയുള്ള അവസ്ഥയൊന്നും ഉണ്ടാക്കാതെ ക്യൂൻ വിക്ടോറിയക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താണ് ആർട്ടിസൻസ്, ലേബേഴ്സ് ഇവർക്കൊക്കെ കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് നടത്താനായി ക്യൂൻ വിക്ടോറിയ മരിക്കുന്നത് 1901 ആ സമയത്തേക്കും ഇംഗ്ലണ്ട് എന്താണ് ഒരു പൊളിറ്റിക്കൽ ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ട് മാറിയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു പ്രത്യേകത വിക്ടോറിയൻ ഏജിന്റെ എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. പിന്നൊന്ന് എന്താണ് ഈ സുപ്രീം നേവൽ പവർ എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇനോണമസ് സ്പ്രെഡ് ഓഫ് എഡ്യൂക്കേഷൻ. ആളുകളുടെ ഇടയിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താണ് വളർച്ച വളരെ വലുതായിട്ട് കൂടിയിരുന്നു. So the change of its methods and widening its subject, the middle class of industrialists was without tradition and education. അപ്പൊ എന്താണ് പണ്ടൊക്കെ ഈ മിഡിൽ ക്ലാസ്സിലുള്ള ജനങ്ങൾക്കൊന്നും വലിയ വിദ്യാഭ്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരിങ്ങനെ തൊഴിലെടുക്കുന്നു, ജീവിക്കുന്നു എന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് വന്നതോടുകൂടി അതുപോലെ തന്നെ എല്ലാത്തിനെ കുറിച്ചും പല മെത്തേഡുകളിലുള്ള ടീച്ചിങ്സും അവിടെ ഉണ്ടാവാൻ വേണ്ടി തുടങ്ങി. The early in the century, only few of the children or gentry had a real education. Private societies and churches provided school for children of the poor. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അന്ന് സ്കൂളിലൊക്കെ പോയി പഠിച്ചിരുന്നത്. കാരണം എന്താണ്, നല്ല ചെലവുണ്ടായിരിക്കാം. അപ്പോൾ പ്രൈവറ്റ് സൊസൈറ്റികളും ചർച്ചുകളൊക്കെയാണ് പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് വേണ്ടി എഡ്യൂക്കേഷൻ നൽകിയിരുന്നത്. So 1833 state began to make a grants to help the elementary education. അപ്പോൾ 1833 ക്യൂൻ വിക്ടോറിയയുടെ കാലത്ത് അപ്പൊ പഠിക്കുന്നവർക്ക് വേണ്ടി ഗ്രാന്റുകൾ അനുവദിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. 1839 എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വാസ് ഓർഗനൈസ്ഡ്. എ കമ്മിറ്റി വാസ് സെറ്റ് അപ്പ് വിത്ത് ദ പെർമനന്റ് സെക്രട്ടറി ആൻഡ് സിസ്റ്റം ഓഫ് ഇൻസ്പെക്ഷൻ ഓഫ് ദി സ്റ്റേറ്റ് എയ്ഡഡ് സ്കൂൾസ്. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ എന്താണ് AEO വരിക എന്നൊക്കെ പറയില്ലേ, എന്താണ് ഒരു എഡ്യൂക്കേഷൻ ഓഫീസർ വരും അല്ലെ, കുട്ടികളൊക്കെ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള ഒരു പെർമനന്റ് സെക്രട്ടറിനെ നിയമിച്ചു. അതുപോലെ തന്നെ എന്തെയ്തു, കുട്ടികൾ സ്കൂളിലൊക്കെ വരുന്നുണ്ടോ എന്ന് ഇൻസ്പെക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടിയും അവർക്ക് കൊടുത്തു. അതുപോലെ ഒരു കമ്മിറ്റി തന്നെ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള പേരിൽ ഫോം ചെയ്തതും ഈ ഒരു കാലഘട്ടത്തിലാണ്. സച്ച് വാസ് ആൻ ഒറിജിൻ ഓഫ് പ്രസന്റ് ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ. അപ്പൊ അന്നുണ്ടായിരുന്ന ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇന്ന് നമ്മൾ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ
ഒരു 18th സെഞ്ചുറിയിൽ വിക്ടോറിയയുടെ പീരീഡിലാണ് ഇതൊക്കെ നടക്കുന്നത്. In 1817, Foster Education Act supplemented the efforts of individual by establishing compulsory education. അപ്പൊ 1870 ഫോസ്റ്റർ എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സായി. അത് പ്രകാരം ഓരോ വ്യക്തികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ക്യൂൻ വിക്ടോറിയക്ക് സാധിച്ചു. അതുപോലെ തന്നെ ദ പബ്ലിക് സ്കൂൾ ആക്ട് ലേ ഡൗൺ ദ പ്രിൻസിപ്പിൾ ദാറ്റ് ഇറ്റ് വാസ് ബിസിനസ് ഓഫ് ദ സ്റ്റേറ്റ് ടു സീ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ കൺട്രി. അപ്പൊ പബ്ലിക് സ്കൂൾ ആക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു ആക്ട് പാസ്സാവുന്നുണ്ട്. അത് പ്രകാരം എന്താണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ചുമതലയാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ചുമതലയായിട്ട് മാറി. ഓക്കെ. A commission was appointed to reform Cambridge and Oxford universities. അതുപോലെ തന്നെ ഒരു കമ്മീഷൻ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളെ റിഫോം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി. അതുപോലെ ടെക്നിക്കൽ സ്കൂളുകൾ ഉണ്ടായി. അതുപോലെ എന്താണ്, ടെക്നിക്കൽ സ്കൂളുകൾ എന്തിനാണ്, ഇത്തരത്തിലുള്ള സ്കില്ലുകൾ പഠിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ആർക്കിടെക്ചറോ അല്ലെങ്കിൽ മറ്റ് യന്ത്രവുമായി ബന്ധപ്പെട്ട മെക്കാനിക്കലൊക്കെ പഠിക്കണമെങ്കിൽ അത് സ്കില്ലാണ്, അത് പഠിച്ചെടുക്കലാണ്. അപ്പൊ അതിനു വേണ്ടി ടെക്നിക്കൽ സ്കൂളുകൾ ഫോം ചെയ്തു. വുമൺ വെയർ ഓൾസോ അഡ്മിറ്റഡ് ഇൻ ടെക്നിക്കൽ സ്കൂൾസ് ആൻഡ് എന്താണ്, കോളേജ് ഇക്വാലിറ്റി വിത്ത് മെൻ. അപ്പോൾ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി അവരെയും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ അഡ്മിഷനൊക്കെ അവർക്കും ലഭിച്ചിരുന്നു. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ റിഫോംസ് റെൻഡഡ് ഗ്രേറ്റ് സർവീസ് ടു ദ കൺട്രി. ദ ടൗൺ മെയ്ഡ് സിസ്റ്റം ദർഫോർ ഫെയിൽഡ് ടു മീറ്റ് ദ റൂറൽ നീഡ്സ് ഓഫ് ദി നേഷൻ. അപ്പൊ കൂടുതലായിട്ട് ഒരു ടൗൺ മെയ്ഡ് സിസ്റ്റം ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതായത് അർബൻ ഏരിയാസിനെ, ആളുകൾ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ മാത്രം വികസനമാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ റൂറൽ ആയിട്ടുള്ള ആൾക്കാരുടെ നീഡുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. സോ ദ ഡ്രാസ്റ്റിക് ചേഞ്ചസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വിക്ടോറിയൻ ഏജിലുള്ള വേറൊരു പ്രധാന പ്രത്യേകതയാണ് എന്താണ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ്, ഫ്രീ ട്രേഡ് പറഞ്ഞു, നമ്മൾ എഡ്യൂക്കേഷൻ പറഞ്ഞു, നേവൽ പവർ പറഞ്ഞു. അതുപോലെ തന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. റെയിൽവേ, അതുപോലെ തന്നെ ബോട്ട് സർവീസ്, അതുപോലെ തന്നെ എന്താണ് ഉള്ള യാത്രാ മാർഗങ്ങൾ കണ്ടുപിടിച്ചതും ഈ ഒരു കാലഘട്ടത്തിലാണ്. റെയിൽവേയുടെ എന്താണ് ഇൻഡസ്ട്രിയലൈസേഷനോട് കൂടിയിട്ടാണ് ട്രെയിനൊക്കെ വരുന്നത്. അപ്പൊ റെയിൽവേകൾ ഉണ്ടാവുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ബോട്ട് സർവീസസ് നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. So the 1819 for the first time stream ship crossed Atlantic. അറ്റ്ലാന്റിക് ക്രോസ് ചെയ്തിട്ട് ആദ്യമായിട്ട് ഒരു ഷിപ്പ് പോകുന്നത് 1819 അതുപോലെ തന്നെ ഓഷ്യൻ ലൈനേഴ്സ് വെയർ ബിൽഡ് ടു ക്യാരി പാസഞ്ചർ ഗുഡ്സ് ടു എവറി പാർട്ട് ഓഫ് ദി ഗ്ലോബ്. അപ്പോൾ എന്താണ്, സമുദ്രരേഖകൾ, ഓഷ്യൻ ലൈൻസ് ക്രിയേറ്റ് ചെയ്തു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് എവിടെ വേണമെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി അതുവഴി പറ്റിയിരുന്നു. അതുപോലെ തന്നെ ജോർജ് സ്റ്റീവൻസൺ, അതുപോലെ തന്നെ റിച്ചാർഡ് ട്രെൻവിച്ച് ക്ലാ വെർ ദ മെൻ ബിഹൈൻഡ് ദ ഡെവലപ്മെന്റ് ഓഫ് റെയിൽവേ. അപ്പൊ റെയിൽവേക്ക് കാരണം ഈ രണ്ട് വ്യക്തികളാണ്. ഓക്കെ. അതുപോലെ തന്നെ എന്താണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഈ പീരീഡിലാണ്, ക്യൂൻ വിക്ടോറിയയുടെ പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റോബർട്ട് പീലാണ് ആദ്യമായിട്ട് റെയിൽവേ പാസഞ്ചർ ആക്ട് എന്ന് പറഞ്ഞിട്ട് 1844 എന്ത് ചെയ്യുന്നത്, പാസ്സാക്കുന്നത്. ഇതുവഴി Railway company had to run companies combined and railways developed very fast in 1840s. ഇതുവഴി എന്താണ്, ആളുകളിൽ നിന്ന് ചെറിയൊരു ചാർജ് വാങ്ങി ആളുകളെ എവിടെയാണോ പോകേണ്ടത് അവിടെ എത്തിക്കാനും അതുവഴി എന്താണ് യാത്രാമാർഗം സുഗമമാക്കാൻ കൂടി സാധിച്ചു. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്തു, ഫുഡായാലും എന്ത് കാര്യങ്ങളായാലും ചീപ്പായിട്ട് രാജ്യത്തിന് അങ്ങന്ന് ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ എന്താണ്, ഈ റെയിൽവേ കാരണം ഇൻഡസ്ട്രി ഡെവലപ്മെന്റും കൂടുതലായിട്ട് ഉത്തേജിക്കപ്പെട്ടു. അതുപോലെ പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്, പോസ്റ്റ് ഇതൊക്കെ നടത്താനും ആളുകൾക്ക് സാധിച്ചു. എന്താണ്, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ എളുപ്പമായി. പോസ്റ്റ് ഓഫീസുകൾ ഉണ്ടായി, അതുപോലെ ടെലഗ്രാമുകൾ ഉണ്ടായി. പിന്നെ 1851 ടെലഗ്രാഫ് ഹിസ്റ്ററി ഫോർ ദ ഫസ്റ്റ് കേബിൾ ലേഡ് ഫ്രം ദി ഡെവർ ടു കെലൈസ്. അപ്പൊ ആദ്യമായിട്ട് ടെലഗ്രാം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്നതാണ്. ടെലഗ്രാം ഒക്കെ 1851 ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ വരുന്നത്. ഡെവർ ടു കെലൈസിലേക്കാണ് ആദ്യമായിട്ട് അതിന്റെ കേബിള് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ദ ബിയോണ്ട് ദ അതർ പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് ഹിസ്റ്ററി ദ വിക്ടോറിയൻ ഏജ് വാസ് എൻ ഏജ് ഓഫ് സോഷ്യൽ ഇൻട്രസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ ഐഡിയൽസ്. ഇറ്റ് വാസ് ദീസ് മച്ച് ഓഫ് ഇറ്റ്സ് ലിറ്ററേച്ചർ വാസ് ഇൻസ്പയർഡ്. The age was one of the striking achievements in the field of industry, science, education, imperialism, and religion. Essentially, period of peace and prosperity in England. The Industrial Revolution transformed into agrarian economy to industrial economy. അപ്പോൾ
സയൻസിന്റെ മേഖല ആയിക്കോട്ടെ, എഡ്യൂക്കേഷന്റെ മേഖല ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, റിലീജിയസ് ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ വിക്ടോറിയൻ ഏജിൽ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ലിബറലിസവും അതുപോലെ തന്നെ യൂലിറ്ററിയൻസും കൂടിയുള്ള അങ്ങനെ ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. താങ്ക് യു.